ദൈവമില്ലെന്ന് പറയുന്നത് ഇന്നൊരു ഫാഷനായിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ പ്രിയപ്പെട്ടവർ സത്യത്തെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നത്? അതുതന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒരിക്കൽ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ നാം വസിക്കുന്ന ഈ അഖിലാണ്ടത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ചോദിച്ചു, സാറേ, ഇത്രയും വലിയവനും സകലത്തെയും ഭരിച്ച് നടത്തുന്നവനുമായ ദൈവത്തിന് എന്നെപ്പോലുള്ള ഒരുവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ എവിടെ സമയം? അതിന് ആ ശാസ്ത്രജ്ഞൻ കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു: കുഞ്ഞെ, ഈ അഖിലാണ്ടത്തിൻ്റെ സർവ്വകാര്യങ്ങളും കണ്ണിമയ്ക്കുന്ന സമയം കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന് അത് കഴിഞ്ഞ് നിൻ്റെ കാര്യം നോക്കുവാൻ ആവശ്യം പോലെ സമയമുണ്ട് എന്ന്. മനുഷ്യ ഹൃദയത്തിൻ്റെ ആഴത്തിൽ സർവശക്തൻ വെച്ചിട്ടുള്ള ഒരു ദൃഢബോധമാണ് മനുഷ്യരോട് വ്യക്തിപരമായി ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ അസ്തിത്വം. മനുഷ്യർ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നെന്ന് മാത്രമല്ല, അവിടുത്തെ സ്വരൂപം നമ്മുടെ മേൽ മുദ്രണം ചെയ്തിരിക്കുന്നു എന്നും നാം അംഗീകരിച്ചേ മതിയാകൂ. യഥാർത്ഥത്തിൽ നാസ്തികരായി വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. സകല മനുഷ്യരും ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അസ്വസ്ഥനായ ഒരു ദൈവശാസ്ത്രജ്ഞനാകുന്നു ഒരു നാസ്തികനെന്ന് ഒരു ചിന്തകൻ പറയുകയുണ്ടായി. ഒരു വിധത്തിൽ ശരിയാണല്ലേ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാൽ അസ്വസ്ഥനായവൻ അത്രേ നാസ്തികൻ. ശരിയായ ഉത്തരം അംഗീകരിക്കുവാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ സ്ഥിതി എന്നുകൂടി ഓർക്കണം. അങ്ങനൊരു അസ്വസ്ഥതയ്ക്ക് പരിഹാരമായി അവർ കാണുന്നത് ദൈവത്തെ ഒരു വ്യക്തിയായി കാണുന്നതും മനുഷ്യർ അവനോട് കടംപെട്ടിരിക്കുന്നു എന്നതും ഹൃദയത്തിൽ നിന്നും തുടച്ചു മാറ്റുക. ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുതന്നെ. ദൈവമുണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ ദൈവത്തെ ഒരു ശക്തിയായി മാത്രം ചിന്തിക്കുവാനുള്ള പ്രവണത ലോകത്തിൽ വളരെ പ്രബലമാണ്. ദൈവം ഒരു വ്യക്തിയല്ല എന്ന പഠിപ്പീര്. അങ്ങനെ ചിന്തിക്കുവാൻ മനുഷ്യർക്കുള്ള പ്രേരണ അപകടകരമായ ഒരു കെണിയാണെന്ന് ഓർക്കണം. ദൈവം ഒരു ശക്തി മാത്രമാകുന്നെങ്കിൽ അഖിലാണ്ടത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന രൂപരഹിതമായ ഒരു ജീവശക്തി ആകുന്നെങ്കിൽ യാതൊന്നും ആജ്ഞാപിക്കുകയില്ലല്ലോ. ഒരു വ്യക്തിയോട് ബന്ധപ്പെടുവാൻ ആവശ്യപ്പെടുന്നത് പോലെ ഒരു ശക്തിയോട് ബന്ധപ്പെടുവാൻ സമ്മർദ്ദം ഉണ്ടാകുകയില്ലല്ലോ. ദൈവം ഒരു വ്യക്തി എന്ന് നാം അംഗീകരിക്കുന്ന നിമിഷം അവനുമായി എങ്ങനെ ബന്ധപ്പെടാം എന്ന ചോദ്യം നമ്മിൽ ശക്തമാകുകയാണ്. വ്യക്തിയായ ഒരു ദൈവത്തെ നേരിടേണ്ടതുണ്ട് എന്ന ചിന്തയാണ് മനുഷ്യരെ നടുക്കുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ദൈവത്തെ അവഗണിക്കുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് തന്നെ നമുക്കിന്നൊന്ന് ശ്രദ്ധിക്കാം. ഇന്ന് 14ഉം 15ഉം സങ്കീർത്തനങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. എടുത്താട്ടെ, 14ആം സങ്കീർത്തനം ആദ്യം നമുക്ക് ചിന്തിക്കാം. പതിനാലാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അന്ത്യനാളുകളിൽ മനുഷ്യൻ്റെ അധർമ്മം എന്നതാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ഈ സങ്കീർത്തനം മറ്റ് സങ്കീർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് 12ആം സങ്കീർത്തനത്തോട് ഇതിന് കൂടുതൽ ബന്ധമുണ്ട്. അന്ത്യനാളുകളിലെ അനീതിയും തെറ്റുകളുമാണല്ലോ 12ആം സങ്കീർത്തനത്തിൽ നാം ചിന്തിച്ചത്. അഴിമതിയും ദുഷ്ടതയും അരാജകത്വവും വർദ്ധിച്ചു വരുന്നതായി കാണാം. ഇത് ഈ കാലത്തെ ചിത്രമാണെന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇപ്പോൾ ഒന്നും തന്നെ ആയിട്ടില്ല. മഹാപീഡനകാലം വരെ കാത്തിരിക്കുക. എന്നാൽ താങ്കൾക്കത് കാണുവാൻ കഴിയുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സ്വന്തമായിട്ടുള്ളവർ, വിശ്വാസികളുടെ കൂട്ടം, മഹാപീഡനത്തിൽ കൂടെ കടന്നു പോകില്ല. യഥാർത്ഥ വിശ്വാസികൾ അഥവാ സഭ അതിനു മുൻപ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. ഈ സങ്കീർത്തനത്തിൽ അന്ത്യനാളുകളിലെ അഴിമതിയും ദുഷ്ടതയുമാണ് തുറന്നു കാട്ടുന്നത്. ലോകത്തിലെ അഴിമതി,
ദൈവജനത്തിനെതിരായ ശത്രുത, രക്ഷയ്ക്കായുള്ള ആഗ്രഹവും പ്രാർത്ഥനയും. ഈ 3 ഭാഗങ്ങളായി ഈ സങ്കീർത്തനത്തെ വിഭജിക്കാവുന്നതാണ്. വീണ്ടും പറയട്ടെ, ലോകത്തിലെ അഴിമതി, ദൈവജനത്തിനെതിരായ ശത്രുത, രക്ഷയ്ക്കായുള്ള ആഗ്രഹവും പ്രാർത്ഥനയും. ഇത് വളരെ ചെറിയൊരു സങ്കീർത്തനമാണെങ്കിലും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ലോകത്തിൻ്റെ വഷളത്വം നമുക്ക് നോക്കാം. 1-ാം വാക്യം, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തേക്കാൾ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം ഈ ആയുസ്സിൽ മനുഷ്യനില്ല. നമ്മുടെ പട്ടണങ്ങൾ ഒരു കൽക്കൂനയായി തീർന്നെന്നാൽ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ താല്പര്യം അവരുടെ കെട്ടിടങ്ങളിലോ സർവകലാശാലകളിലോ അതുപോലെ എന്തെങ്കിലും വസ്തുക്കളിലോ ആകുകയില്ല. അപ്പോൾ നാം നമ്മുടെ തന്നെ അന്ത്യത്തെ നേരിടേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധമെന്ന വിഷയത്തിലേക്ക് അത് നമ്മെ കൊണ്ടുവരും. അതുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുന്നത്രയും കാലം അവൻ അഭിമുഖീകരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചോദ്യം ദൈവവുമായുള്ള അവൻ്റെ ബന്ധമാകുന്നു. ഈ ചോദ്യത്തോട് പല വിധത്തിലുള്ള മനോഭാവങ്ങളുണ്ടെങ്കിലും ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ആ മനോഭാവം ദൈവമില്ല എന്നുള്ളതാകുന്നു. ഇത് സാധാരണയായി കാണുന്ന മനോഭാവമാണ്. ഈ ചിന്താഗതിയെ അംഗീകരിക്കുകയും അത് പറഞ്ഞ് തങ്ങളുടെ ജീവിതത്തെ അതിന് പ്രകാരം ക്രമീകരിക്കുകയും ചെയ്യുന്ന അനേകരുണ്ട്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നും ദൈവമില്ല എന്ന വസ്തുത എൻ്റെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല എന്നും അവർ പറയുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇത് പ്രസ്താവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തുള്ള ആളുകളെക്കുറിച്ചല്ല, ആഗോള വ്യാപകമായി അങ്ങനെ പറയുന്ന സകലരും. ഈ വക കാര്യം പറയുന്ന മൂഢന്മാരുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഉന്നതമായ പഠിപ്പും കാര്യങ്ങളും ഉള്ളവരിലും ഇത് പറയുന്നവരുണ്ട്. എന്താണൊരു മൂഢൻ? ആരാണൊരു മൂഢൻ? മൂഢൻ എന്നാൽ ചിന്തിക്കാത്ത ഒരുവനാകുന്നു. ജ്ഞാനിയായ മനുഷ്യൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഈ മൂഢനെക്കുറിച്ച് എപ്പോഴും പറയുന്നത്. അടുത്ത വാക്യത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂഢൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്യം ഉള്ളവനാണ്. ബുദ്ധിമാന്യം ഉള്ളവൻ, ശരിയായി ചിന്തിക്കുവാനുള്ള കഴിവില്ലാത്തവൻ, ഫലം എന്താകുന്നു എന്ന് നോക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവമുള്ളവനാണ് ഇവൻ. യുക്തിയിലും ഉൾക്കാഴ്ചയിലും കുറവുള്ളവനാണ് ഇങ്ങനെ പറയുന്ന മൂഢൻ. മൂഢൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ഭാഷയിലെ വാക്ക് നാബാൽ എന്നാണ്. പഴയ നിയമത്തിൽ നാബാൽ എന്ന പേരിൽ ഒരു മനുഷ്യൻ അബീഗയിൽ എന്ന പേരോടുകൂടിയ ഒരു മഹതിയെ വിവാഹം കഴിച്ചിരുന്ന ആ സംഭവം നാം വായിക്കുന്നുണ്ടല്ലോ. 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ നാബാലിൻ്റെ കഥ നാം വായിക്കുന്നുണ്ട്. അവൻ്റെ പേര് വാസ്തവമായി അവൻ്റെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടതായിരുന്നു. അവനൊരു മൂഢനായി പ്രവർത്തിച്ചു. നാബാൽ എന്ന വാക്ക് നിസ്സാരൻ എന്നോ മൂഢൻ എന്നോ ബുദ്ധിഭ്രമമുള്ളവനെന്നോ തർജ്ജിമ ചെയ്യാവുന്നതാണ്. ബുദ്ധിഭ്രമമുള്ള ഒരു മനുഷ്യന് മാത്രമേ ദൈവമില്ല എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ കേട്ടോ. ദൈവം സൃഷ്ടിച്ച് നടത്തുന്ന ഈ പ്രപഞ്ചം എത്ര കൃത്യമായി നടക്കുന്നു എന്ന് ചിന്തിക്കുക. മനുഷ്യനുണ്ടാക്കുവാൻ കഴിയുന്ന ക്ലോക്കിനേക്കാളും വാച്ചിനേക്കാളും കമ്പ്യൂട്ടറിനേക്കാളും വളരെയധികം കൃത്യമായി ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നു. തനിയെ ഉണ്ടായി വന്ന വാച്ച് ഇല്ലല്ലോ. അതുണ്ടാക്കിയ കമ്പനിയും ആളുകളും അതിൻ്റെ പിൻപിൽ നാം കാണുന്നുണ്ട്. വാച്ചിനേക്കാൾ ഭംഗിയായും കൃത്യമായും നടക്കുന്ന ഈ പ്രപഞ്ചം നമ്മോട് പറയുന്നത് ഈ പ്രപഞ്ചത്തിനും ഒരു സൃഷ്ടാവുണ്ട് എന്നാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢനായ മനുഷ്യനെക്കുറിച്ച് 10-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം കണ്ടത് ദൈവമില്ല എന്നാകുന്നു അവൻ്റെ നിരൂപണം ഒക്കെയും എന്നത്രേ. അവൻ മനുഷ്യൻ്റെ വീഴ്ചയുടെ ആഴം എന്താകുന്നു എന്നാണ് നമ്മെ വെളിപ്പെടുത്തുന്നത്. സാമാന്യമായി അനുസരിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ ശക്തിയും അവൻ്റെ മഹത്വവും കാണുവാൻ കഴിയും. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നത്ര 19-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം. റോമർ 1:19 മുതൽ 22 വരെ. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹുദ്ധീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി.
മൂഢന്മാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ പാർത്തുകൊണ്ട് ദൈവമില്ല എന്ന് പറയുവാൻ കഴിയുള്ളൂ. എന്നാൽ ഇന്ന് ദൈവമില്ല എന്ന് പറയുന്നതാണ് ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും ലക്ഷണമെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. ദൈവമില്ല എന്ന് പറയുന്നതാണ് ഒരു ഗമ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അവരെക്കുറിച്ച് പറയുന്നത് ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി എന്നത്രേ. നിരീശ്വരവാദികളായ വലിയ പഠിപ്പുള്ളവരുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ വീഴ്ചയുടെ ഏറ്റവും താണ അനുഭവമാണ് നിരീശ്വരനായിരിക്കുക എന്നുള്ളത്. നിഷ്പക്ഷമായി ഞാൻ സംസാരിക്കട്ടെ. ആരോടും ഒരു വിരോധവുമില്ല, സഹതാപം മാത്രമേ ഉള്ളൂ. ദൈവവചനം അതാണ് പറയുന്നത്. ദൈവമുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ താങ്കൾ ഒരു ബുദ്ധിഭ്രമമുള്ള മനുഷ്യനാണ്. ക്ഷമിക്കണേ, ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവമില്ല എന്ന് പറയുന്നവർ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരാകുന്നു എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2-ാം വാക്യം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനും അതേസമയം ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനുമാകുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താകുന്നു കാണുന്നത്? 3-ാം വാക്യം, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. റോമാലേഖനം 3-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. പൗലോസ് അപ്പോസ്തലൻ നിരീശ്വരവാദികളെക്കുറിച്ച് മാത്രമല്ല സകലരെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തെ, എൻ്റെയും താങ്കളുടെയും ചിത്രം ഇതാണ്. ഞാനൊരു നിരീശ്വരനല്ല, താങ്കളും അങ്ങനെയല്ല എന്ന് ഞാൻ കരുതട്ടെ. എന്നാൽ നാം എല്ലാവരും പാപികളാണ്. നാം നന്മ ചെയ്യുന്നില്ല. മനുഷ്യൻ്റെ അവസ്ഥ വഷളത്വം നിറഞ്ഞതാണ്. ധാർമ്മികമായ ഒരു മനുഷ്യൻ എത്രമാത്രം അധപ്പതിക്കാമെന്ന് ആദ്യത്തെ ഈ 3 വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെ, മനുഷ്യൻ എത്രമാത്രം അധപ്പതിക്കാം. അവർ ദൈവത്തിനെതിരെന്ന് മാത്രമല്ല ദൈവജനത്തിനും എതിരാകുന്നു എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. 4 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. 6-ാം വാക്യം, നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു, എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാകുന്നു. ദൈവത്തിന് മനുഷ്യ സ്വഭാവം ശരിയായി അറിയാം. ഇതാണ് അവൻ്റെ യഥാർത്ഥ ചിത്രം. നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു, എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാകുന്നു. ദൈവം ദരിദ്രന് സങ്കേതമായിരിക്കുന്നു എന്നർത്ഥം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഏഴാം വാക്യം, സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇവിടെ വിജയത്തിൻ്റെതായ ഒരു സൂചന നമുക്ക് കാണുവാൻ കഴിയും. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വരുന്നതായ ആ മഹത്വകരമായ ദിവസത്തേക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായി ഈ വാക്യം സൂചിപ്പിക്കുന്നു. അന്ന് യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുവാൻ പോകുന്നു. അന്ന് അവർ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമെന്ന്. ഇനി നമുക്ക് 15-ാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. മറ്റുള്ളവർ കുറ്റപ്പെടുത്താത്തതുപോലൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണല്ലേ? നല്ല വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചെന്നാൽ ഉടനെ അത് ഭക്തിയില്ലാത്തതിനാലാണെന്ന് പറയും. എന്നാൽ ലളിതമായി ജീവിക്കാമെന്ന് വെച്ചാൽ അത് ലുബ്ധനായതിനാലാണെന്ന് പറയും. കള്ളം പറഞ്ഞെന്നാൽ അത് കള്ളനായതിനാലാണെന്ന് പറയും. ആരോടെങ്കിലും പ്രതികാരം ചെയ്തെന്നാൽ ദുഷ്ടനായതിനാലാണെന്ന് പറയുമില്ലേ? പോട്ടെ, പ്രതികാരം ചെയ്യേണ്ടത് ഞാനല്ല എന്ന് പറഞ്ഞു മാറി നിന്നാൽ കഴിവില്ലാത്തത് കൊണ്ടാണെന്ന് പറയും. അങ്ങനെ ഒന്നും വയ്യാത്ത അവസ്ഥയിൽ പലപ്പോഴും നാം എത്തിച്ചേരാറുണ്ടല്ലേ? ഇതുപോലുള്ള സ്ഥിതിയിൽ എന്തൊരു ശ്വാസം മുട്ടലായിരിക്കും ഉണ്ടാകുന്നത്. മറ്റുള്ളവർ നല്ലവരെന്ന് പറയുന്ന
കുറ്റക്കാരല്ല എന്ന് സാക്ഷിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ എങ്ങനൊക്കെ ശ്രമിച്ചിട്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് കേൾക്കുന്നതെങ്കിലും ഉണ്ടാകാവുന്ന തലവേദന പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യർ കുറ്റം കണ്ടുപിടിച്ച് കുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവം മുൻപാകെ നിഷ്കളങ്കമായി നടക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതോ ദൈവവും ഈ പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തുമോ? നേരായി നടക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? എല്ലാവരും അംഗീകരിക്കേണ്ടതായ ഒരു മാനദണ്ഡമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണ്? ദോഷം പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ മാനദണ്ഡങ്ങളും സദാചാരങ്ങളും ദ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡങ്ങൾ ദോഷം നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റേതായിരിക്കരുത്. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയോ ദൈവത്തിൽ നിന്നും ആയിരിക്കണം അത്. ഞാൻ ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളതാകുന്നു എന്ന് എൻ്റെ മനസാക്ഷി പറയുന്നു എങ്കിൽ മനുഷ്യർ എന്തു പറയും എന്ന് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ദൈവം നൽകിയിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ഇന്നല്ല എങ്കിൽ നാളെ മനുഷ്യർ നിങ്ങളുടെ നിഷ്കളങ്കത മനസ്സിലാക്കും. അതേസമയം മനുഷ്യൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ദൈവത്തെയും പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു അനുഗ്രഹീത സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം. ദൈവസന്നിധിയിലായിരിക്കുന്നവരെക്കുറിച്ചുള്ള വിവരണമാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. 9 മുതലുള്ള സങ്കീർത്തനങ്ങളിൽ ആരംഭിച്ച ഭാഗം ഈ 15-ാം സങ്കീർത്തനത്തോടുകൂടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. 9ഉം 10ഉം സങ്കീർത്തനങ്ങളിൽ സാത്താൻ്റെ മനുഷ്യനെ നിഗളം, വമ്പ്, സ്വയപര്യാപ്തത എന്നീ സ്വഭാവങ്ങളിൽ നാം കാണുന്നു. 11ാം സങ്കീർത്തനത്തിൽ നീതിമാന്റെ പരിശോധനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 12ാം സങ്കീർത്തനത്തിൽ അഭക്തരുടെ മധ്യത്തിൽ ദൈവഭക്തനെ നാം കാണുന്നു. മഹാപീഡനകാലത്തെ അഭക്തിയെക്കുറിച്ചും 12ാം സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്നു. 13ാം സങ്കീർത്തനത്തിൽ മഹാപീഡനകാലത്തെ ദൈവജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അന്തിമ നാളുകളിൽ മനുഷ്യൻ ധാർമ്മികമായി എത്രമാത്രം അധപ്പതിക്കുമെന്ന് 14ാം സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നു. നിരീശ്വര ചിന്തയും വഷളത്വവും ശത്രുതയും എല്ലായിടത്തും കാണുവാൻ കഴിയും. ഇവിടെ 15ാം സങ്കീർത്തനത്തിൽ രാജ്യത്തിൽ പ്രവേശിക്കുന്നവരെക്കുറിച്ചാണ് പറയുന്നത്. യഹോവയുടെ സന്നിധിയിൽ ആയിരിക്കുന്നവരെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം വിവരിക്കുന്നത്. 1-ാം വാക്യം നോക്കിക്കാട്ട്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ഒരു വിശുദ്ധ പർവ്വതമേ ഉള്ളൂ. വേദപുസ്തകം അതിനെ ഇസ്രായേൽ ദേശത്തുള്ള സിയോൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്നവരെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ക്രിസ്തു ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്നതായ രാജ്യം. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം അത്രേ ഇത്. അതെ, നല്ലതായി ജീവിക്കുവാനുള്ള ഒരു വാഞ്ച. ദൂതന്മാർ പോലും മുഖം മൂടി നിന്ന് ആരാധിക്കുന്ന അങ്ങയുടെ കൂടെ അവിടുത്തെ സന്നിധിയിൽ വസിക്കുവാൻ ആർ പ്രാപ്തൻ? ഇതിന് ഉത്തരം നൽകുവാൻ മനുഷ്യന് സാധ്യമല്ല. ദൈവം തന്നെ ഉത്തരം നൽകുന്നു. ഇനിയും 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. എത്ര കൃത്യമായ പ്രസ്താവനയാണ് ഇവിടെ കാണുന്നത്. നീതി, അതായത് ശരിയായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമായില്ല നിഷ്കളങ്കനായി അത് ചെയ്യണം. ഫലം മാർഗത്തെ ന്യായീകരിക്കും എന്ന പ്രമാണം ഇവിടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് അനേകർ നീതി പ്രവൃത്തികൾക്കായി, സൽക്കർമ്മങ്ങൾക്കായി തത്രപ്പെട്ടോടി നടക്കുന്നു. അനീതി കാണുന്നിടത്ത് അവർ പ്രതികരിക്കുന്നു. എന്നാൽ ആ പ്രവർത്തനങ്ങളുടെ പിൻപിൽ കള്ളമുണ്ടെന്ന് അവർക്കറിയാം. സ്വാർത്ഥ ലക്ഷ്യങ്ങൾ. നടപ്പ് നിഷ്കളങ്കമാകാത്തിടത്തോളം നമ്മുടെ നീതിപ്രവൃത്തികൾ ദൈവം അംഗീകരിക്കുകയില്ല. കറപുരണ്ട തുണി പോലുള്ള മനുഷ്യജീവിതങ്ങളെ നീതീകരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മാത്രമാണ്. നിഷ്കളങ്കനായി ദൈവം അംഗീകരിക്കാത്ത ആർക്കും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യമുണ്ടാകുകയില്ല. അവിടുന്ന് ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞെന്നാലും നമ്മുടെ പ്രവർത്തനങ്ങളുടെ പിൻപിലെ രഹസ്യം ശോധന ചെയ്യുന്നവനാണ് അവൻ. നമ്മുടെ പ്രവൃത്തി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പിൻപിലെ ഉദ്ദേശം. പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ് ആരംഭിച്ചെങ്കിൽ തുടർന്ന് സംസാരത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. വാക്കുകൾ ശക്തമാണ്. അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്.
സംസാരത്തെ നിയന്ത്രിക്കുവാൻ ഒരു ദൈവപൈതലിനുള്ള കഴിവിനോളം അവനെ തിരിച്ചറിയുവാൻ കഴിയുന്ന മറ്റൊന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപവാദം പറയുവാൻ മടിക്കുന്നു, ഏഷണിയെ അവഗണിക്കുന്നു, പാപത്തിനെതിരെ സംസാരിക്കുന്നു, വിശ്വസ്തരെ നേരായ പാതയിൽ നയിക്കുന്നു. നാക്കിനെല്ലില്ലാത്തവൻ, അതായത് സംസാരത്തിൻ്റെ മേൽ നിയന്ത്രണമില്ലാത്തവൻ തീർച്ചയായും ദൈവനാമത്തിന് അപവാദമാണ്. ദൈവത്തെ ഒരിക്കലും മഹത്വപ്പെടുത്തുന്നവനല്ല അവൻ. കള്ളം പറയുന്നവൻ കള്ളനാണ്. അത് ഏതു വിധത്തിലുള്ള കള്ളമാണെങ്കിലും ശരി, കള്ളം കള്ളമാണ്. ന്യായീകരിക്കാതെ മനസാക്ഷിയോട് ചോദിച്ചാൽ കള്ളമേതാണ് സത്യമേതാണെന്ന് താങ്കൾക്ക് മനസ്സിലാകും. ഇവിടെ സങ്കീർത്തനക്കാരൻ സത്യം സംസാരിക്കണമെന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്നു പറയുകയാണ്. സത്യം ഹൃദയപൂർവ്വം പറയണമെന്ന്, മുഖസ്തുതി പറയരുതെന്ന്. ദ്വയാർത്ഥ പ്രയോഗം, സംശയമുളവാക്കുന്ന വാക്ക്, വെള്ളക്കള്ളം, ചതിവ്, വ്യാജഭാവം, ഇവ ഒക്കെ ഒഴിവാക്കണമെന്ന്. താങ്കൾ പറയുന്നത് സത്യമാണോ എന്ന് താങ്കളോട് തന്നെ ചോദിച്ചാൽ മതിയെന്ന് ചുരുക്കം. ന്യായീകരിക്കുവാൻ പോകരുത്. യേശുക്രിസ്തു ആത്മാർത്ഥതയുടെയും പരിശുദ്ധിയുടെയും കണ്ണാടിയായിരുന്നു. നാം ഏതാണ്ടൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തതിനാലും പറഞ്ഞതിനാലും സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്. നഥാനിയേലിനെ നാം കാണുന്നു. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കപടമില്ലായ്മ അവനിൽ കണ്ടിരുന്നു എന്നത്രേ. വഷളനെ നിന്ദ്യനായി എണ്ണുന്നവനെന്ന് പറയുന്നു. ഇന്നത്തെ അവസ്ഥ നേരെ മറിച്ചാണല്ലേ. വഷളന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയും ദൈവഭക്തരെ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ സംരക്ഷണത്തിനായി വാക്കുമാറാത്തവൻ, സത്യത്തിനു വേണ്ടി എന്തു വില കൊടുത്തും നിലകൊള്ളുന്നവൻ എന്നർത്ഥം. 5-ാം വാക്യം നോക്കിക്കേ. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. യാക്കോബ് പറയുന്നത് ഇതുതന്നെയാണ്. ഈ സങ്കീർത്തനത്തിൽ ദാവീദും അതുതന്നെയാണ് പറയുന്നത്. യാക്കോബ് പറഞ്ഞു, എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ജോൺ കാൽവിൻ എന്ന വലിയ വേദപണ്ഡിതൻ പറഞ്ഞത് ഇപ്രകാരമാണ്: വിശ്വാസം തന്നെയാണ് രക്ഷിക്കുന്നത്, എന്നാൽ രക്ഷിക്കുന്ന വിശ്വാസം തനിയെയല്ല. ആരാണ് ദൈവം മുൻപാകെ നിൽക്കുവാൻ പോകുന്നത്? ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവരും അതിൻ്റെ ഫലമായി നീതിയുടെ ജീവിതം നയിക്കുന്നവരും തന്നെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കർത്താവ് വേഗം വരുന്നു എന്നും താങ്കൾ ഒരിക്കൽ അവൻ്റെ മുൻപാകെ കണക്കുകൾ ബോധിപ്പിക്കാൻ നിൽക്കേണ്ടതാകുന്നു എന്നും താങ്കൾ അറിയുന്നുവെങ്കിൽ ദൈവത്തിന് യോജ്യമായ രീതിയിൽ ജീവിതം നയിക്കുവാൻ താങ്കൾ തയ്യാറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞെന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കുവാൻ നാം തയ്യാറാകും. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല എന്നതുകൊണ്ടാണ് നാം നമുക്കിഷ്ടമുള്ളതുപോലെ പോകുന്നത്. ഇന്നത്തെ ഈ പഠനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു ആഗ്രഹമുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അങ്ങനെ ആഗ്രഹമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ളവർക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാട്ട് പ്രയോജനകരമായി ഫലകരമായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ ഈ പഠനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നല്ലോ. തുടർന്നും ഈ പഠനം ശ്രദ്ധിച്ചാട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.